സാധാ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലേ? ഈ കുടിച്ചിലൊക്കെ കേട്ട് 96-ന് 82 മാർക്ക് കിട്ടി, 96-ന് 82 മാർക്ക് കിട്ടി, ഏതാ 55-0 മാർക്ക് കിട്ടി അവർ ഒട്ടക്കടിച്ച് നടക്കണല്ലോ. എന്നിട്ട് മറ്റേ HR ഓരോ മുമ്പി തെറ്റി വേറെ മുമ്പി അവർ യാദൃശ്യമായി മുമ്പി പിന്നെ കല്യാണം കഴിച്ചു, അവിടെ ആത്മഹത്യക്ക് വഴിവെക്കലായി. റെക്കോർഡ് ചെയ്യാൻ പാടില്ലേ? എന്നിട്ട് ഒരു ശബ്ദം കേട്ടാൽ, നിങ്ങളുടെ ശബ്ദം കേട്ടാൽ ഞാൻ നിങ്ങൾ ഒളി നോക്കാൻ നിങ്ങളുടെ പ്രൂഫ് ചോദിക്കാൻ ഞാൻ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഫോണിൽ സംസാരിക്കുക, എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുക, എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാൻ റെക്കോർഡ് ചെയ്യാൻ വന്നാ അത് സംസാരിക്കാനുള്ള ബോധമല്ലേ? ഇങ്ങനെ സംസാരിക്കുന്നതും എന്ന് പറഞ്ഞ സംസാര വ്യത്യാസം അറിയില്ലേ? മുഷിപ്പിച്ചേ തരൂ. വാതിൽ തുറന്നു കഴിഞ്ഞാൽ, ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തുറക്കേണ്ട അതിൻ്റെ സംസാരം അറിയില്ലേ? അതിൻ്റെ ശബ്ദം കേട്ടാൽ അറിയില്ലേ? പെണ്ണുങ്ങളുടെ ഒപ്പം കൂട്ടി വരാ, ആണുങ്ങളുടെ 15 പേര് കൂട്ടി വന്നാലും അറിയുള്ളൂ. 2 പേരായിട്ട് ഇപ്പോൾ 3 വർഷം ഇവിടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, 2 പേര് ഒരാളൊരു സാധാ രീതിയിൽ സമാധാനം സംസാരിക്കാൻ അറിയില്ലേ? ഡ്രഗ് അടിച്ച് നടന്ന് മുമ്പിൽ തെറ്റി നടന്നിട്ട് HR-ന്ന് വഴുക്കെട്ടി, ഞങ്ങൾ കുറേ വഴുക്ക് കെട്ടി പറഞ്ഞു, ആത്മഹത്യയുടെ വഴിവാക്കിലായി. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ TV വെച്ചും വിചാരിച്ചോ? നിങ്ങൾ TV-യിൽ എന്തൊരു ഒത്തിരി വെക്കണു? നിങ്ങൾ TV-യുടെ ശബ്ദം വെക്കണേ, TV കുറച്ച് വെക്കാൻ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ദിവസം മുമ്പ് വന്നിട്ടുള്ളൂ. ഞാൻ 15 പേരുടെ കൂടെ വന്നിട്ട് ഡ്രഗ് അടിച്ച് നടക്കുന്ന സമയത്ത് ഒരു വിഡ്ഢി സ്ത്രീകൾ, ബുദ്ധിയില്ലാത്ത സ്ത്രീകളുടെ കൂട്ടം പിടിച്ച് വരാനേ പറ്റുള്ളൂ. ഇവിടെ ആരുടെ സ്ത്രീ സംസാരിക്കണേ? ബോധത്തോടെ സംസാരിക്കുന്നത് അറിയില്ലേ? യേശുവ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ടാണ്. കുടിച്ച് ഡ്രഗ് അടിച്ചാൽ അവിടെ ഒരടിയിട്ട് അവിടെ ബോധം കെട്ട് വീഴില്ലേ? കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവർ ഇങ്ങനെ ഇത്ര സഹിച്ച് അവിടെ വരെ കുറിച്ച് വീണ്ടും നടന്ന് അവിടെ നിന്ന് വരെ അവിടെ വരെ എത്തുന്നത്, ഉയർത്തെഴുന്നിട്ട് അവിടെ വരെ എഴുത്തെഴുന്നിട്ട് അവിടെ നിന്ന് എത്തിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഡ്രഗ് അടിച്ചിറങ്ങാൻ, ഞങ്ങൾ ഡ്രഗ് അടിച്ച് പിടിച്ച് നടന്ന ആളാന്ന് പറഞ്ഞാൽ ഒരടിയായിട്ട് അവിടെ നിന്ന് നിരങ്ങി അങ്ങോട്ട് പോയിക്കോളും. സഹിച്ച് അവിടെ വരെ എത്തിക്കാനും കുരിശ് പിടിച്ച് വഹിക്കാനും. അത് നാടകം കളിക്കരുതെന്ന് പറയണേ. പലസ്തീനിൽ നിന്ന് പലരും വരുന്നുണ്ട്, യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട്. അവരെ ഓർത്തിട്ട് നിങ്ങൾ കരയുവീൻ. അതുകൊണ്ട് ഇവിടെ നാടകം കളിച്ചിട്ട് കാര്യമില്ല. ഇത് നല്ലതിന് വേണ്ടി പോണത്. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ പറഞ്ഞിരിക്കുക. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല, പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ച ആർക്ക് വേണം? ആരെ അവർ ബോധിപ്പിക്കാൻ പോകണം? ഡ്രഗ് അടിച്ച് നടക്കണവരെ. എന്നിട്ട് നിങ്ങളുടെ പേടി എൻ്റെ അടുത്ത് നേരെ ചൂണ്ടിക്കാണിക്കേ. നിങ്ങൾ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ മറവി വേണം. സാധാ പോലെ മറന്ന് ഓർത്ത് കാര്യങ്ങൾ പറഞ്ഞ കുഴപ്പമില്ലേ? ആർട്ടിഫിഷ്യൽ മറവി വേണം. കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം. നിങ്ങളുടെ തന്തയും തള്ളയും അരുന്നൂട്ടി ചാവാറായി, അരുന്നൂട്ടി ചത്തത് ഡ്രഗ് അടിച്ച് കൊടുത്ത് നടത്തും. അത് പിടിച്ചുകളുടെ തെറ്റിദ്ധാരണ വെച്ചിട്ട് ആൾക്കായിട്ട് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്. ആൾക്കായിട്ട് ഇതുള്ളതല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ, സോഷ്യലല്ല. സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ഡ്രഗ് അടിച്ച് കൊടുത്ത് നടന്ന് ഓരോ മുമ്പിൽ തെറ്റി നടന്നിട്ട് അതിൻ്റെ നേരെ ചൂണ്ടി കാണിക്കുക. ഈ സർക്കംസ്റ്റാൻസ് ചെയ്തിട്ടില്ല, അതാണ് ഞാൻ ചെയ്തിട്ടില്ലേ. ഇത് പുതിയതിനാണ്. പുതിയതിലേക്ക് പഴകിയത് കൊണ്ടുവന്നിട്ട് കാര്യമില്ലേ? റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ബോധമില്ലേ? സുഭാഷിതങ്ങളാ, സുപ്രഭാത വചനങ്ങളാ. പിന്നെ ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിലുള്ള കാട് വിദ്യാഭ്യാസത്തിലാണ് പറഞ്ഞിട്ടില്ലേ? അത് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? കുടിച്ച് റകടിച്ചിട്ട് യേശു മരിച്ചത്. എന്നിട്ട് നിങ്ങളുടെ തന്തയെ എല്ലാവരും കുടിച്ച് റകടിച്ച് നടക്കണ്ടില്ല. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ലേ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ കുറിച്ചും ചെറിയ പിള്ളേരെ കുറിച്ചും മാന്യന്മാരും എല്ലാവരും കുറിച്ചും ഞാൻ കുറ്റം പറഞ്ഞ് നടക്കണ്ടേ? അതുപോലും ഉണ്ടായിട്ടില്ലല്ലോ. സ്കൂളിലെ പിള്ളേരാ ഈ വൃത്തികേട് പറയണ മുമ്പ് ധൈര്യം ഇല്ലാത്തവർ അത് പറയണേന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? മൂട്ടിന്ന് വിടാ, കുരുട്ട് മോന്ത കണ്ട മനസ്സിലാക്കാൻ പറയണം. എൻ്റെ അനിയൻ പറയും, മമ്മി ഇങ്ങനെ ഭക്ഷണം മാത്രം ഉണ്ടാക്കി തരുന്നതല്ല അമ്മയുടെ ജോലി ചെയ്യുന്നു. വിവരത്തോടെ സംസാരിക്കാൻ അറിയില്ലേ? ബോധത്തോടെ സംസാരിക്കാൻ അറിയില്ലേ? അതനുസരിച്ച് ബോർഡർ അനുസരിച്ച് സീമ അനുസരിച്ച് സംസാരിക്കണം. അവിടെ ചെന്ന് സംസാരിച്ചാൽ ഞങ്ങൾ വിളിച്ചിരുന്നോ നിങ്ങൾ പറഞ്ഞു തരും. ഈ വിദ്യാഭ്യാസം ആദിവാസികൾ ആരെ ബോധിപ്പിക്കാൻ പോണേ? നിങ്ങൾക്ക് ആദിവാസി മനസ്ഥിതിയാണെങ്കിൽ അത് മാറ്റി വികസിക്കാൻ പഠിക്കും. ധൈര്യം ഇല്ലാത്തവരാണ് കുടിച്ച് റകടിച്ച് നടക്കുക. അത് എൻ്റെ നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ കാര്യം? ആർക്ക് വേണ്ടി ബോധിപ്പിക്കാൻ നടക്കണേ?
ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കും. ഇവിടെ നിന്ന് എനിക്ക് എനിക്ക് 18, 17, 18, 20 നമ്മളന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി സാധാരണ സംസാരിക്കണമല്ലോ. ആ സമയത്തുള്ള 26, 27, 28 വയസ്സുള്ളവരൊക്കെയാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെയാണ് നമ്മൾ പുതിയതിലേക്ക് പഴയത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സമയത്ത് സാധാരണ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ ആളുകൾ പറഞ്ഞിട്ട് കാര്യം മുഷിപ്പിക്കുക, വാൽ തുറന്നാൽ ഞങ്ങൾ സംസാരിക്കില്ല. നിങ്ങൾ ഒരു സീക്രട്ടിൽ 96, 82 മാർക്ക് കിട്ടി ഡ്രഗ് അടിച്ച് കുടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വരാം, ഇതിൻ്റെ വന്നിട്ട് അവന് നടന്നിട്ട് പിന്നെ അവരെ കല്യാണം കഴിച്ച് ആത്മഹത്യയുടെ വഴിവക്കിലെത്തിയിട്ട് അച്ചാറിന് അവർ ചീത്ത പറഞ്ഞു ഇവിടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം? ഇതാണ് പിടിച്ചിക്കൽ എന്ന് പറഞ്ഞത്. പിടിച്ചിക്കലിൻ്റെ ഓപ്പോസിറ്റാണ് തെറ്റിദ്ധാരണ. ആൾക്കാർ ഇതുള്ളതിൻ്റെ തെറ്റിദ്ധാരണ, ആൾക്കാർ ഇതില്ലാത്തത് സോഷ്യലല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ. അത് മനസ്സിലാക്കുന്ന ബോധം വേണ്ടേ? പുതിയതിലേക്ക് പഴകിയത് കൊണ്ടിട്ട് എന്താ കാര്യം? തിരഞ്ഞെടുക്കുന്നത് ഞാനാണ്, അത് നിങ്ങളാണോ? കുടിച്ച് റകടിച്ച തടിയന്മാരും കുറേ 78 വയസ്സ് തോന്നിക്കും, 38 വയസ്സുള്ള കല്യാണം കഴിച്ച് ആത്മഹത്യയുടെ വഴിവക്കിൽ ഇരിക്കുന്ന തടിയന്മാർ. 38 വയസ്സ് നിങ്ങൾക്ക് തോന്നിക്കും, നിങ്ങൾക്ക് 78 വയസ്സ് തോന്നിക്കും. നിങ്ങൾ കണ്ണാടി പോയി ശരിക്കും നോക്ക്. ഇഷ്ടമില്ലാത്തത് ഇങ്ങനെയുള്ളവരെ ബോധിപ്പിക്കാൻ ആര് പോകണു? അവർ ഇല്ല അങ്ങനെയൊന്നുകൂടി പറയട്ടില്ല. അത് കൂടെ നിന്നും ഭക്ഷണം വയ്ക്കണ രീതിയൊന്നും ഈ വൃത്തികെട്ട ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിക്കണ ഹോസ്റ്റല് ജയിലെടുക്കണ പോലെ അങ്ങനെ ഡയറ്റിലെ നമ്മൾ ഇഷ്ടം ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണതിൽ അർത്ഥം. സംസാരിച്ച് അങ്ങനെയാണ് ഇഷ്ടം. ഒരു തികവെത്തുമ്പോൾ മെച്യൂരിറ്റി എത്തുമ്പോൾ സംസാരിക്കണ രീതിയാണ് വരുന്നത്. ഇതായിട്ട് 2 വർഷം ഇവിടെയാണ് സാധാരണ രീതിയിൽ സംസാരിക്കാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത വളവുകൾ പറയാൻ പറഞ്ഞോട് എനിക്ക് അവർ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ ഇന്നലെ ആദ്യമായിട്ട് വന്നിട്ടുള്ളൂ എന്ന് പറയുള്ളൂ. ഇന്നലെ ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഞങ്ങൾ മുമ്പ് ഇവിടെ സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ, പ്രൂഫും ഇല്ല. ഡാഡി മമ്മിയും ഇവിടെ വന്നിട്ടുമില്ല, ഡാഡി മമ്മിനെ കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയേ ചെയ്യണം. അപ്പം നിങ്ങൾ വെഡ്ഡി സ്ത്രീകൾ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വെഡ്ഡി സ്ത്രീകളെ നിങ്ങൾ 15 പേരായിട്ട് വരേണ്ടതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ധൈര്യമില്ല. സാധാരണ രീതി 2 പേരായിട്ട് സംസാരിക്കാൻ വന്നോടെ, അത് നിങ്ങൾക്ക് പറ്റണല്ലേ? 15 പേരായിട്ട് കൂടെ ഡ്രഗ് അടിച്ച് നടന്നിട്ട് ധൈര്യം ഇല്ലാണ്ട് പിടിച്ചിക്കലിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവരേണ്ടതുകൊണ്ടാണ്. നിങ്ങൾക്ക് ധൈര്യമില്ല. സാധാരണ 2 പേരായിട്ട് സംസാരിക്കാറില്ല, ഒരാളായിട്ട് വന്ന് സംസാരിക്കാറില്ലേ? 15 പേര് 100 പേരെ ഒരാളായിട്ട് മഴയിടാൻ നിൽക്കുക, അത് നിങ്ങളെ ധൈര്യമില്ലാത്ത ലക്ഷണമല്ലേ? ഇത് ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. നിങ്ങളെ ധൈര്യമില്ലാത്ത ലക്ഷണമല്ലേ 15 പേരായിട്ട് വരുന്നത്? ഞാൻ വിചാരിക്കും ഞാൻ 15 പേരുടെ കൂടെ ഒരാളെ നേടാൻ വരാം. അതിനർത്ഥം എന്താ? ഞാൻ കൊണ്ടുവരുന്ന 15 പേർക്കും ധൈര്യമില്ലാന്ന്. സാധാരണ 2 പേരായിട്ട് സാധാരണ രീതിയിൽ സംസാരിക്കാറില്ലേ? തലയ്ക്ക് വിവരമില്ലാത്ത പോലെ ചെയ്തിട്ട് തടിച്ച് വീർത്ത് 38 വയസ്സ് തോന്നിക്കുള്ളൂ ഉണ്ടാവുള്ളൂ, പക്ഷെ 68 വയസ്സ് തോന്നിക്കും ഞങ്ങളെ. 88 വയസ്സില്ല, 68, 78 വയസ്സ് വയസ്സായി മുരടച്ചിരിക്കണ പോലെ. എനിക്ക് ഞങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. എനിക്ക് ഞങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒരു ഓരോ വെഡിത്തം നുണയും പറഞ്ഞു വരും. സാധാ രീതിയിലുള്ള സംസാരമില്ല. കൂട്ടത്തോടെ 15 പേരായിട്ട് ഡ്രഗ് അടിച്ച് സംസാരിക്കണവരോട് ആരോട് ബോധിപ്പിക്കാൻ പോണേ? നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ വിവരമില്ലാത്ത ഹിന്ദി കുട്ടിക്ക് മലയാളി ചുണ്ണാമ്പ് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ലേ? അത്രേ ഉള്ളൂ. ശ്രദ്ധ തിരിക്കും. റെക്കോർഡ് ചെയ്ത് നിങ്ങൾ സാധാരണ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. എന്നിട്ട് റെക്കോർഡ് കുടിച്ച് ഡ്രഗ് അടിച്ച് എന്നിട്ട് മോന്തയ്ക്ക് നോക്കി സംസാരിക്കാൻ സ്ത്രീകളുടെ ഒപ്പം ചെറിയ കുഞ്ഞുങ്ങളുടെ പോലെ സ്ത്രീകളുടെ ഒപ്പം വരാൻ പറ്റുള്ളൂ. ഇവിടെ സ്ത്രീകൾ ആരാണ് സംസാരിക്കണേ? സ്ത്രീകൾ ആരെ ബോധിപ്പിക്കാൻ നടക്കണേ? സ്ത്രീകളുടെ ഒപ്പം ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ഡ്രഗ് അടിച്ച് കുടിച്ച് നിന്നിട്ട് അവിടെ ഇവിടെ ഇത്ര ഭർത്താക്കന്മാർ 38 വയസ്സോളം ഭൂമി തെറ്റി നടന്നിട്ട് ഭാര്യമാരുള്ളപ്പോൾ നിങ്ങൾ ഡ്രഗ് അടിച്ച് വരാൻ നിങ്ങളെ പോലെ വിഡ്ഢികളെ ആരെ ബോധിപ്പിക്കാൻ പോണേ? ഇവിടെ ലോക ചെയ്ത വാതിൽ ഞാൻ ഇന്നലെ ഞാൻ വന്നിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ പരിചയപ്പെട്ട് വന്ന് സംസാരിച്ച രീതിയിലല്ലോ. പിന്നെ എന്തിനാണ് വേറെ രീതിയിൽ സംസാരിക്കാൻ വരേണ്ട കാര്യം? വളവുകൾ സംസാരിക്കേണ്ട കാര്യം? ആ മനസ്സിലാക്കുന്ന ബോധമല്ലേ? ധൈര്യം ഇല്ലാത്തൊരാൾ ചെയ്യാം. ഒരു കാര്യം ലോകത്തിന് മുകളിൽ എല്ലാം കേൾക്കുന്നുണ്ട്, 20,000 പേരും എല്ലാവരും കേൾക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അത് മനസ്സിലാക്കാണ്ട് വെറുതെ വളവുകൾ സംസാരിച്ച് വരാം. നിങ്ങളുടെ പോലെ ഞാനും കുടിച്ച് ഡഗടിച്ച് നടന്നിട്ട് മനുഷ്യന് പൊട്ടി 49 മാർക്ക് കിട്ടി ഞാൻ ചെയ്തിട്ടില്ലേ? എന്നിട്ട് കുടിച്ച് ഡഗടിച്ച് ബോധമില്ലാണ്ട് കിടക്കാം. അതിന് 15 പേരുടെ കൂടെ ഞാൻ വരാം. സാധാരണ രീതി 2 പേര് സംസാരിക്കാറുണ്ട്. മുമ്പിൽ തെറ്റി നടക്കണം. ഇത്ര 38 വയസ്സായുള്ളൂ, ഇപ്പോഴും കുറെ തടിയന്മാരുടെ മുമ്പാൻ പോവാ നീ. അതിന് വെഡ്ഡി സ്ത്രീകളുടെ ഒപ്പം സംസാരിക്കാൻ തോന്നുന്നു. വയസ്സായ 78, 68 വയസ്സായവരുടെ അനുകരിക്കാൻ നടക്കണം. അവർക്ക് ബോധമില്ല. ഫ്രോഡ് സർട്ടിഫിക്കറ്റും ഫ്രോഡ് ജോലി ചെയ്തിട്ട് ഏതോ വൃത്തികെട്ട സ്ഥലത്ത് പറഞ്ഞു നടക്കണം. ഇത് തൃശ്ശൂരല്ലേ? ആന്ധ്രയും തമിഴ്നാടാണോ?
പറഞ്ഞിട്ട് ഇത് ആന്ധ്രാപ്രദേശ് എന്ന പോലെയാണ്. ഓരോരുത്തരുടെ റീജിയണൽ ഡിഫറൻസസ് അറിയില്ല.